ഈ ആടുജീവിതത്തിനോടൊപ്പം വളർന്നിട്ടുള്ള പൃഥ്വിയുടെ ഒരു ലൈഫുണ്ട്. അതായത് ഒരു സിനിമാക്കാരനായിട്ട്, ഒരു പ്രൊഡ്യൂസറായിട്ട്, അല്ലെങ്കിൽ സംവിധായകനായിട്ട്, അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാറായിട്ടൊക്കെ. ശരിക്കും ആടുജീവിതം മുന്നോട്ടുള്ള സിനിമാ കരിയറിന് തന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്താണ്? നമസ്കാരം. ഇവിടെ നിന്ന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ടയർഡാണ്, കാരണം ഇപ്പോഴും ഞാൻ ഇന്നലെ ആണ് എൻ്റെ ഒരു വേറെ ഷൂട്ട് കഴിഞ്ഞ് വേറെ രാജ്യത്തെത്തി. അപ്പോൾ ഇപ്പോഴും സമയം ആ രാജ്യത്തിൻ്റെതായതുകൊണ്ട് ഇത് പുറങ്ങുന്ന ടൈമാണ്. അതിൻ്റെ ഒരു ക്ഷീണിതനാണെന്നുള്ള സത്യമാണുണ്ട്. മുഖം കണ്ടാലും തെറ്റിദ്ധരിക്കരുത്. ചോദ്യം ശരിയാണ്, പക്ഷെ എനിക്ക് അതിനു മുമ്പ് പറയാനുള്ളത്, എനിക്കിതൊരു ഒരു സെറിയൽ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു പ്രസ് മീറ്റ് ഇരുന്നിട്ടുണ്ടോ, എൻ്റെ മറ്റ് സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ് മീറ്റ് ഇരുന്നിട്ടുണ്ടോ, ഒരു ചോദ്യമെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ ആടുജീവിതത്തിന്റെ പ്രസ് മീറ്റ് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറേ വർഷങ്ങൾ വെസ്റ്റേണിലും ഞാനും ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം, പിന്നെ കുറെ വർഷങ്ങൾ ഇതെന്തെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം, ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം. അതാണ് ആദ്യം പറയേണ്ടത്. ശരിയാണ്, ആടുജീവിതം എന്ന സിനിമ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനന്നൊരു സംവിധായകനായിട്ടില്ല, ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു. അന്ന് ഞാൻ വിവാഹിതനല്ല, ഞാനൊരു അച്ഛനല്ല. അപ്പോൾ ശരിയാണ്, ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി, ലൈഫ് ഒരുപാട് ഇവോൾവ് ആയി. ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആസ് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. സംവിധായകനായി, നിർമ്മാതാവായി, വിതരണക്കാരനായി. പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ്. ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എൻ്റെ അഭിനയത്തെയും എൻ്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു. ഓഫ് കോഴ്സ് നജീബ് എന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസണും ഇല്ല, അദ്ദേഹം അനുഭവിച്ച യാതനകളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസണും ഇല്ല. പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ്, ഒരു വലിയ യാത്രയായിരുന്നു. അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആക്ച്വലി അങ്ങനെ കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി. അത് ഫോർ എവർ ഇൻ മൈ ലൈഫ്. ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ്. ഇപ്പോൾ അതെന്തായാലും ആസ് ഐ വാസ് ബീങ് പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ ബ്ലസ്ചേട്ടനും ഞാനും ഇതെന്തുകൊണ്ട്, എന്തിനിങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ വി ആർ ഓൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് ആൻഡ് വി ആർ ഓൾ റിച്ചർ ആസ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരെന്ന നിലയിൽ കുറെ കൂടെ ഇവോൾവ് ആയി. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എൻ്റെ ഒരു ബാങ്ക് ഓഫ് സംതിങ് ദാറ്റ് ഐ ഡ്രോ ഫ്രം ഓൾവേസ്, അത് ആടുജീവിതം എന്ന സിനിമയുടെ മേക്കിങ്ങും നജീബായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും തീർച്ചയായിട്ടും. പൃഥ്വി ഇന്നലെ പറയണ്ടായി പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ 3ാമത്തെ ചിത്രം ആണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്ലസ്സി ഞാനൊരു 300 സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും ബ്ലസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഏത് പെർസ്പെക്റ്റീവിലാണ് അത്തരത്തിലൊരു തോട്ടം? മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാനായിരുന്നു തോന്നുന്നു. അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലസ്സേട്ടനോട്. പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു വിഷൻ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് ബ്ലസ്ചേട്ടൻ 2008-2009 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ 1 ഫിലിം മേക്കേഴ്സ് ഒരാളാണ്. അന്ന് ബ്ലസ്ചേട്ടൻ, മമ്മൂക്ക, ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീനടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ബ്ലസ്ചേട്ടന്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അവിടെ നിന്നാണ് അദ്ദേഹം 15-16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കുകയും ഒരു എപ്പിക് വിഷൻ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത മാറ്റി. ബ്ലസ്സേട്ടനെ ഞാൻ കളിയാക്കി പറയും, കുടുംബത്തിൽ നല്ല കാശുണ്ട്, അതുകൊണ്ട് ബ്ലസ്സേട്ടന്റെ ടെൻഷനില്ല എന്നൊക്കെ. അത് ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ടേഴ്സ് അതല്ലല്ലോ ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം
നമുക്ക് സിനിമകൾ ചെയ്യുക, നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര. അതൊരു 16 വർഷക്കാലം മാറ്റിവെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു കോംപ്രമൈസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇനി വേണ്ട, ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീനടൻ, ഞാൻ പറയുന്നത് ഒരു ആസ്പിറേഷണൽ ആയിട്ടല്ല, ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വാട്ട് എ ഫിൽം മേക്കർ ക്യാൻ ഡു ഫോർ ഹിസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിൽം മേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റഹ്മാൻ സർ, ഇപ്പം വേൾഡ് തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയ ഒരു മ്യൂസീഷ്യൻ എന്ന അർത്ഥത്തില് ആടുജീവിതം ചെയ്യാമെന്നൊരു ഡിസിഷൻ എടുത്തത് എങ്ങനെയാണ്? So when he first approached me, I think he told about the book and how famous the book is, and I was just all the people whom I met, as they've told about Mr. Prassi and his movies, and the respect he had in Kerala. So I've not seen any of his movies. I said yes. So, ഒരു കഥയാണ്, അത്തരമൊരു കഥ പുസ്തകങ്ങൾ ഒത്തിരി വായിച്ചു, എല്ലാവരും വായിച്ചു. അതൊരു സിനിമയാകുമ്പോൾ വലിയൊരു ചലഞ്ചായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ, നോവൽ, അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷൽ കോറിയിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുന്നുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ. കാരണം എൻ്റെ 43 അധ്യായങ്ങളിലായിട്ട് ഒരു 3.5 വർഷക്കാലത്തെ ജീവിതം പറഞ്ഞു, ഓരോ 43 അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു 9-10 മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ 3.5 മണിക്കൂർ ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു 3.5 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ മറ്റു ലെങ്തുമൊക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതെ, അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത്രയധികം അതിനുവേണ്ടി പ്രത്യേകിച്ച് എല്ലാം രാജുവിനോടുള്ള ഒരു ക്രൂരതകളാണല്ലോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ഭയങ്കരമായ ഒരു രക്ഷപ്പെടലിൻ്റെ ഓട്ടത്തിൽ ഓടുന്ന, വയ്യാത്ത കാലും വെച്ച് ഓടുമ്പോൾ മണൽക്കാട് അല്ലെ മരുഭൂമി, മണൽക്കാടെന്ന് പറയാനാണ് പലപ്പോഴും തോന്നുന്നത്. ഈ മണൽക്കാട്ടിൽ പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടിമറിഞ്ഞ് വീഴുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച അത് ചിലപ്പോൾ ഒരു അഭിനയത്തിൻ്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു. എഴുന്നേറ്റ് ഇന്ന് ചീത്ത വിളിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് അഭിനയമല്ല. ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുക. ആരെങ്കിലും വിചാരിക്കുമോ ഈ മരുഭൂമിയിൽ ഒരു പാറക്കല്ലുണ്ടാകും? അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറിയൊക്കെ മാർക്ക് ചെയ്യാൻ ഏതോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇട്ടാണ്. അപ്പം പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. അത് മറ്റൊരു മീഡിയ കൂടെ ആയിരിക്കും കാണും. അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച്, ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ്. ആ പ്രേക്ഷകന്റെ ചലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത്. കാരണം നിങ്ങൾ കാണാത്ത എന്നാൽ അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷ്വലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വെല്ലുവിളി. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു. ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി ചേർത്തു. അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ ആവശ്യം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു പാരഗ്രാഫിൽ സൈനുവിനെ കുറിച്ച് പറഞ്ഞ് ചിലപ്പോൾ 4-5 സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെ കുറിച്ച്
അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷനാണ്, പുസ്തകത്തിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ അല്ല ആടുജീവിതം എന്ന് പറയുന്നത്. ആടുജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ട്. എന്നാൽ പൂർണ്ണമായും ആ കഥയെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അതൊക്കെ പിന്നീട് വലിയ ഡിസ്കഷനിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ കരുതുന്നു. ഏതെങ്കിലും സമയത്ത് തീർന്നു കിട്ടിയാൽ അങ്ങനെ ചിന്തിച്ചൊരു നിമിഷങ്ങളുണ്ടാവില്ല. ഇത് തീർന്നു കിട്ടിയാൽ എന്നോട് ചിന്ത. ഇന്നലെ പറഞ്ഞ മറ്റൊരു പോയിന്റ്, എൻ്റെ വൈഫും കളിയാക്കിയാണെങ്കിൽ എൻ്റെ വൈഫും മോളും വരെ പ്രസിദ്ധാനപ്പെടുത്തി പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും മുഹൂർത്തത്തിലുണ്ടായിരുന്നു? എന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് ബ്ലസ്സേറിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ആക്ച്വലി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാൻ ആയിരുന്നു. ഓഫ്കോഴ്സ് ഇടയിലുള്ളൊരു അന്ന് 8 മാസമായിരുന്നു. 8 മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി. ആ 8 മാസത്തെ ഗ്യാപ്പ് അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് അറിയാമല്ലോ, ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു, ഈശ്വര ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു തടസ്സം ഉണ്ടാകില്ല, ഇതിങ്ങനെ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട്, ഭയങ്കര അഭിമാനമുള്ള കാര്യം, നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. ഒരൊറ്റ ഷോട്ട് പറയുന്നില്ല, ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. അത് സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു സിനിമയെന്ന് ഒരു സംവിധായകന് പിന്നെ ഒരു ചെറിയ ഇന്നലെ ഞാൻ മരുന്ന് വഴിക്ക് സംസാരിച്ച കാര്യം. ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട്. സുനിലുണ്ട് അവിടെ ക്യാമറമാൻ? ഇല്ല, ഓക്കെ. അത് ഒരു സീനിൽ അപ്പൊ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട്, അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ. അപ്പൊ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒട്ടകമുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു കക്ഷി. അപ്പോൾ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ടിന് വിളിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ്. ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ, ഇനി ഞാൻ വരില്ല, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷന്. ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ, അത് കൊള്ളാം, ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ തമാശ പറയാൻ ശരിക്കും ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടെ ഇപ്പുറത്തെ ക്യാമറ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ഒരു 4-4:30 മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത്. അപ്പൊ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ലേ, ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു 3:30 മണിയാകുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും. എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പം കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവുമുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ചേട്ടനും ഞാനും വൈകുന്നേരങ്ങളും മരുഭൂമിയിലിരുന്ന് രാജു ഇതെന്ന് തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട്. Jimmy, my question is for you. Your story itself is a story of perseverance, hard work and dreams. You came from Haiti and through Paris you reached New York and you pursued your dreams in films. When you reached to Aadu Jeevitham, when you play a role of positivity like Ibrahim, how you value yourself as an individual who can relate to Najib also. Najib's story is a story of struggle, but still he is positive. Was that your motto also? Thank you for the question. I guess a big part of my life has been going against the wave.
So it's always been a struggle, but a struggle I always welcome. And as you said, I met the first part of the struggle in Haiti, met another phase of it when I grew up in Paris, to the point where I became homeless. And that didn't stop me. And I continued, lived in many other places, lived in Spain, Italy, South Africa, England, to continue to pursue a search of life, of understanding who I was, my meaning on this planet and Earth. And once you have a purpose, anything can happen. So with that in mind, and of course, as you know, then I ended up in Hollywood, and I've been there for about 25 years. But with that in mind, it was easier to understand Najib's experience, because when there is hope, you will have success. And regardless on what the movie went through, what Blessy, the cast and crew went through to bring this project, because it was so full of hope behind it, we always end up seeing the light at the end of it all. So yeah, maybe I channeled a little bit of that while doing the movie in Algeria and Jordan. ഇപ്പം നിലവില് നജീബുമായിട്ട് ഫസ്റ്റ് ഷെഡ്യൂളിലാണ് നമ്മളെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പൃഥ്വിയുടെ നജീബിനെ തുടക്കത്തിൽ കണ്ട ഒരാൾ എന്ന നിലയിൽ ഈ പ്രൊജക്ട് ഇപ്പൊ ഇങ്ങനെ അതിന്റെ പല പ്രോസസ്സിലൂടെ ഇങ്ങനെ 16 വർഷത്തിലേക്ക് കടന്നു പോകുന്നു, പ്രൊജക്ട് വലുതാകുന്നു. ഓഫ് സ്ക്രീനിൽ ബ്ലെസ്സി സാറിനും ബേസിക്കലി ഈ ട്രാൻസ്ഫോർമേഷന്റെ വേറൊരു പതിപ്പുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടു, ബ്ലെസ്സി സാറ് ഒരു വേറെ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ താടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിന് പുറകിൽ കാണും. അപ്പം അമല എന്ന് പറഞ്ഞ നായിക ഇതിനെങ്ങനെയായിരുന്നു നോക്കി കണ്ടത്? Good morning everyone. Sorry, എനിക്ക് muscle cramps കൂടുതലുള്ളതുകൊണ്ട് I got really late. Apologies for that. ആടുജീവിതത്തിൻ്റെ ഹണിമൂൺ ഫേസിലുണ്ടായ ആളാണ് ഞാൻ. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ആടുജീവിതം, there was lot of water and lot of greenery and lot of peace. And then yes, എല്ലാവരും ഒരു മേജർ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് പോയത്. ഇപ്പോൾ ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്കെഡ്യൂൾ കണ്ടത്. ആൻഡ് ദെൻ after that I was seeing like എല്ലാവരുടെയും very different in terms of physically, emotionally. ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്ലസ് ചെയ്യുന്ന കണ്ടപ്പം I remember he was looking very weak and very unhealthy, and അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. And like I said, like ബ്ലസ് ചെയ്യുന്ന body is trying to catch up with his passion. Like body അത്ര weak ആയിരുന്നെങ്കിലും, അല്ലെങ്കിൽ even though he was sick, he was going through some diet and all, but in spite of all that, he was only talking about the film. And അത് കഴിഞ്ഞിട്ട് ബ്ലസ് ചേട്ടനെ കണ്ടപ്പോൾ ബ്ലസ് ചേട്ടൻ വാസ് ടെല്ലിങ് സൈനുവിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള, നജീബ് ഇല്ലാതെ സൈനു അനുഭവിച്ച ഒരു ജീവിതം, സൈനു എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. സോ like physically, even Prithvi and I was just seeing some pictures and some rushes and all. In fact 2021 ഡബിന് വേണ്ടിയിട്ട് ഒരു പാച്ച് ഡബിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പം I was seeing a teaser. അപ്പോൾ ആ ടീസർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ I didn't recognize Prithvi in that. He was in the teaser and I'm like, അത് ആരാണ് ആക്ടർ ആരാന്ന് ഞാൻ ചോദിച്ചപ്പോൾ then they said that's Prithvi, and I'm like, what? Please play it again. So yeah, അത് കഴിഞ്ഞിട്ട് everybody, all of them were unrecognizable, and even the film took over into a different different feel altogether. And again I'm back in the honeymoon phase of Aadijeevitham, the best phase, I think the very easy phase. So for me the journey has been I'm like a tiny drop in this ocean, but I'm very very grateful and blessed to be a part of this project. Yeah. മരുഭൂമിയെ ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട്സിനെ പറ്റി ഉള്ള സിനിമകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പം ആടുജീവിതത്തിലേക്ക് വരുമ്പം ഈ മരുഭൂമിയുടെ സൗണ്ടിനെ എങ്ങനെയായിരിക്കും വ്യത്യസ്തമാക്കുന്നത് ആടുജീവിതത്തിൽ? Actually, something that I always wanted to say. ഞാനും ബ്ലസ്സിയായിട്ട് ഫിലിം ഡിസ്കസ് ചെയ്യുമ്പോൾ ബ്ലസ്സി പറഞ്ഞത് സിനിമ തുടങ്ങുന്നത് കേരളത്തിലാണ്. ഒരുപാട് വെള്ളം, ഒരുപാട് പച്ചപ്പ്, ഒരുപാട് പ്രകൃതി,
അവിടെ ഇയാൾ പോകുന്നത് ഒരു മരുഭൂമിയിലാണ് എത്തിപ്പെടുന്നത്. അവിടെ ഒന്നുമില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ, വരണ്ട ജീവിതം. അവിടെ ഇയാൾ അദ്ദേഹം കടന്നു പോകുന്ന ഇത് എത്രത്തോളം എനിക്ക് സൗണ്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ് എനിക്കറിയത്തില്ല. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ എൻറ്റയറിറ്റി ഓഫ് സൗണ്ട്, AR knowingly or unknowingly he has brought it. As ഈ cinema, first half of the film, if you look at the score, it is completely different film altogether. Look at the sound of it. And second half, if you look at it, you don't even believe that, you know, this man has changed the whole landscape with the score, you know. So it's two different films when you look at it in terms of sound, which, you know, me and Blasi has been discussing right from 2018 onwards, but subconsciously AR has achieved it. So whatever you know, when the film is done, you talk about sound, it actually came from AR, and I just complimented it, you know. For me, it's two different films. There is a pre-interval Aadijeevitham, which has a completely different score, which has completely different orchestration, sound, very rooted, and it has completely different sound in the second half. It's a completely different film. You can just watch Aadijeevitham second half, and you can just transcend yourself. So it's very, very spiritual, very moving, very. It reminds me of a very old film called Sanjari, which is you know, Rasool Nangani Wala part. So it goes into a step ahead of that. So for me, these two films, that he made it possible, and it's one of his best work. The Rahman that I heard when I was in the film school in 1992, I hear it in Arjun. ഇവിടെ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യങ്ങൾ, ഈ സിനിമയുടെ ആദ്യത്തെ സീനുകൾ എഴുതുമ്പോൾ ഒരു പരന്ന മരുഭൂമി ആദ്യമായി കാണിക്കുമ്പോൾ ഞാനത് വരികളിൽ എഴുതി, അവിടെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു സംഗീതം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങുന്നത് പോലെ. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ്, എനിക്ക് അവിടെ എവിടെയോ ഒരു ദൂരത്തു നിന്ന് ഒരു സ്വർഗീയ സംഗീതം താഴേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന പോലെ. അതാണ് ഇന്നലെ നിങ്ങളെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ട് ഒരു തീം മ്യൂസിക്കിനകത്ത്